വാർത്താ സമ്മേളനത്തിൽ നിന്ന് വരുന്നുണ്ട്. അത് തിരിച്ചടിയുടേതല്ല, മറിച്ച് ജാതി സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നുവെന്ന നിർണായകമായ പ്രഖ്യാപനമാണ്. പൊതു സെൻസസിനോടനുബന്ധിച്ച് ജാതി സെൻസസും നടപ്പിലാക്കും എന്ന അതിനിർണായകമായ പ്രഖ്യാപനം വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുന്നു. ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന കേന്ദ്ര പ്രതികരണം. രാജ്യത്തെ ചില സംസ്ഥാനങ്ങൾ ജാതി സെൻസസ് നടപ്പാക്കിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് ജാതി സെൻസസ് ആശയം ഉയർത്തുന്നതെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. അപ്പോൾ ജാതി സെൻസസ് നടപ്പാക്കാൻ ഒരുങ്ങുന്നു കേന്ദ്രം എന്ന പ്രഖ്യാപനമാണിപ്പോൾ വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരിക്കുന്നത്. സജു തോമസ് അതിന്റെ വിശദാംശങ്ങൾ നൽകും. സജു, ജാതി സെൻസസ് നടപ്പാക്കാൻ ഉള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ കേന്ദ്രം നടത്തിയതാണ്. അത് എപ്പോഴായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോ അപ്രതീക്ഷിതമായ ഒരു സമയത്ത് ജാതി സെൻസസ് നടപ്പാക്കുമെന്ന പ്രഖ്യാപനം നടത്തുകയാണ്. അതോടനുബന്ധിച്ച് എന്തെല്ലാമാണ് കേന്ദ്രം പറയുന്നത്? ധനസുമോ തുടരുന്നുണ്ട്. ധനസുമോദ്, നമ്മൾ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടക്കുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. പക്ഷേ കേന്ദ്രം വലിയ ഞെട്ടിക്കുന്ന തരത്തിൽ മറ്റൊരു പ്രഖ്യാപനം നടത്തുകയാണ്. അത് ജാതി സെൻസസ് ഉടൻ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതെങ്ങനെ നടപ്പാക്കാൻ പോകുന്നു, എന്തായിരിക്കും അതിന്റെ സ്വഭാവം, അതിന്റെ ഘട്ടങ്ങൾ, പ്രക്രിയ, ഇതൊക്കെ സംബന്ധിച്ചൊരു വിശദീകരണം കേന്ദ്രം നടത്തിയോ ഈ വാർത്താ സമ്മേളനത്തിൽ? ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യം നിരന്തരം ബീഹാറിലെ പാർട്ടികൾ, അത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ആവശ്യപ്പെട്ടിട്ട് പോലും അവിടെ പുറംതിരിഞ്ഞിരുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജാതി സെൻസസ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇത് ബീഹാറിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ബീഹാറിലെ ശക്തമായ ആവശ്യമാണ്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി അടക്കമുള്ളവർ, തേജസ്വി യാദവ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ നേരത്തെ നരേന്ദ്രമോദിയെ സന്ദർശിക്കുകയും ജാതി സെൻസസ് നടത്തണം എന്നുള്ള ആവശ്യം അവരുടെ രാഷ്ട്രീയ തീരുമാനമായി എല്ലാ പാർട്ടികളുടെയും കൂടി ഒരുമിച്ച് തന്നെയായിരുന്നു മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ സമയത്ത് ജാതി സെൻസസ് നടത്താനായി കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. എന്നാൽ നടത്തില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായി പറഞ്ഞതുമില്ല. അതേസമയം BJP വക്താക്കൾ നിരന്തരം ആവശ്യപ്പെടുന്നത് ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് ജാതി സമവാക്യങ്ങളും ജാതിക്കായി വാദിക്കുന്നവരുടെയും ആവശ്യമാണ്. ഒരു കാരണവശാലും ജാതി സെൻസസ് നടത്തില്ല എന്ന് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടവരും BJP വക്താക്കളും പറഞ്ഞിരുന്നത്. അത്തരത്തിലുള്ള എല്ലാ തീരുമാനങ്ങളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജാതി സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രിസഭാ യോഗത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ്. കഴിഞ്ഞ ഒരു 2 വർഷമായി നിരന്തരം ഇത് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം തന്നെയായിരുന്നു ജാതി സെൻസസ് എന്നുള്ളത്. മാത്രമല്ല, ഇന്ത്യ മുന്നണിയിൽ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. രാഹുൽ ഗാന്ധി നിരന്തരം ആവശ്യപ്പെട്ട ആവശ്യമായി തന്നെയായിരുന്നു. കഴിഞ്ഞ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ്, അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ പ്രധാനമായും ഇന്ത്യ മുന്നണി എന്ന തലത്തിൽ തന്നെ മുന്നോട്ട് വെച്ചത് ജാതി സെൻസസ് ആയിരുന്നു. പക്ഷേ ആ സമയത്ത് ഇന്ത്യ മുന്നണിയും കോൺഗ്രസ് പരാജയപ്പെട്ടെങ്കിൽ പോലും ജാതി സെൻസസിനോട് തങ്ങൾ ഒരു കാരണവശാലും തങ്ങളുടെ ഈ ആവശ്യങ്ങളിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് തന്നെ കൃത്യമായി തന്നെയായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം പറഞ്ഞിരുന്നത്. ഇപ്പോൾ അന്ന് എതിർ നിന്നിരുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ജാതി സെൻസസിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരുന്നത്. നേരത്തെ ഇതുപോലെ കർഷക വിരുദ്ധ ബില്ല് നിയമം പിൻവലിക്കില്ല, കർഷക കരിനിയമം പിൻവലിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ആ നിയമം പിൻവലിച്ച അതേ മാതൃകയിൽ തന്നെ ജാതി സെൻസസിനോട് ഇതുവരെ പിന്തിരിഞ്ഞു നിന്നിരുന്ന കേന്ദ്ര സർക്കാർ ഒടുവിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ജാതി സെൻസസിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്.